ചെറിയ മക്കളെയും കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാ. ഈ വണ്ടി ഈ വലിയ വണ്ടികൾ എടുത്തു മാറ്റാൻ പറഞ്ഞത്, അതൊന്നും എടുത്തു മാറ്റാതെ ഞാൻ സ്ഥിരമായിട്ട് ഏത് മഴത്തായാലും വെയിലത്തായാലും എന്റെ പൈത മക്കളെയും കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. വേറെ മാർഗ്ഗമില്ലാത്തതിനോടാണ് തെരുവ് കച്ചവടം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെതായ ഇത് വേണ്ടേ. ഈ വണ്ടിയിലാണ് സാധനം വെക്കല്, ഇത് പൊളിഞ്ഞതുകൊണ്ട് ഈ വണ്ടിയിൽ വെക്കുക, ആ വണ്ടിയിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യല്. ആ വണ്ടി അങ്ങനെ തന്നെ അവരെടുത്തുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെയും അവർ പിടിച്ചു വലിച്ച് പൊട്ടിച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ എന്റെ മക്കളെ പോയിട്ടാനെന്താ. കോതി ബീച്ചിലെ തെരുവോര കച്ചവടക്കാരെ മാറ്റാനുള്ള ഒരു ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായി. കോർപ്പറേഷൻ അധികൃതർ നേരിട്ടെത്തി ഫലമായി സാധനങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുണ്ടായത്. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇപ്പോൾ ഈ തെരുവ് കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതെപ്പോഴായിരുന്നു സംഭവം? ഒരു 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ മക്കളെ സ്കൂളാക്കി വീട്ടിലെത്തിയപ്പോഴാണ് ഫോൺ വരുന്നത്, ഇങ്ങനെ പൊളിച്ചു മാറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേന് ഇത് അവര് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവര് നോട്ടീസ് തന്നിരുന്നു പറയുന്നു. നോട്ടീസ് തന്നിട്ടില്ല. ഒരു പോലീസുകാര് വന്നിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇന്റർലോക്കിന് ഇത് പാസ്സായിട്ടുണ്ട്, അത് ചിലപ്പോൾ ഇവിടുന്ന് എടുത്ത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ ഇത് എടുത്ത് ഇതാക്കാനോ ഇത് തന്നിട്ടില്ല, നോട്ടീസ് തന്നിട്ടില്ല. ഞങ്ങള് ചെറിയ മക്കളെയും കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാ. ഈ വലിയ വണ്ടികൾ എടുത്ത് മാറ്റാൻ പറഞ്ഞത്, അതൊന്നും എടുത്ത് മാറ്റാതെ ഞാൻ സ്ഥിരമായിട്ട് ഏത് മഴത്തായാലും വെയിലത്തായാലും എന്റെ പൈത മക്കളെയും കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. വേറെ മാർഗ്ഗമില്ലാത്തതിനോടാണ് തെരുവ് കച്ചവടം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെതായ ഇത് വേണ്ടേ. ഈ വണ്ടിയിലാണ് സാധനം വെക്കല്, ഇത് പൊളിഞ്ഞതുകൊണ്ട് ഈ വണ്ടിയിൽ വെക്കുക, ആ വണ്ടിയിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യല്. ആ വണ്ടി അങ്ങനെ തന്നെ അവരെടുത്തുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെയും അവർ പിടിച്ചു വലിച്ച് പൊട്ടിച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ എന്റെ മക്കളെ പോയിട്ടാനെന്താക്കും. ഞാനും പിയാപ്പിളം കൂടിയാണ് കച്ചവടം ചെയ്യുന്നത്. ബാക്കി അവിടെ 2-3 വണ്ടികളിലെ മുമ്പിലില്ല എല്ലാ ഇതുകളും എടുത്തു കൊണ്ടിട്ടുണ്ട്. അവിടെ 3 ചെറിയ ആൺകുട്ടികളാണ്. അപ്പൊ അവര് നിന്നിട്ടാണ് ഞങ്ങൾ അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ കച്ചവടം. 4-5 ദിവസമായി പൂട്ടിയിട്ടിട്ട്, എന്താ അതിന്റെ ഉള്ളിലത്തെ സ്ഥിതി എന്താ അറിയില്ല. പൂട്ടിയിട്ടത് എന്താ വെച്ചാൽ കാറ്റുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാറ്റും മയം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇത് വിളി വന്നപ്പോ എന്താവും ഏതാ നമ്മൾ ഇതാണ് ജീവിതമാർഗം. അപ്പൊ നമ്മള് തോന്ന ദിവസം പൂട്ടിയിടുമ്പോ പിന്നെ നമ്മള് മഹത്തായാലും വന്നു പോകും. എന്താ വെച്ചാൽ നമ്മളെ മക്കളെ പോറ്റേണ്ട ഇതിൽ നമ്മൾ വരുന്നതാണ്. ആ വെയിലും മയം കൊണ്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നത് നമ്മളെ മക്കളെ പറ്റാൻ വേണ്ടിയിട്ടല്ലേ. അവരിങ്ങനെ അല്ലെങ്കിൽ അവരതിനുള്ള മാർഗങ്ങൾ ചെയ്തു തരാം. സാധനങ്ങളൊക്കെ നശിച്ചോ? സാധ്യത ഇതിലില്ല എന്തൊക്കെയാ ഇല്ലത്, അതിൽ ഫുള്ള് സാധനങ്ങൾ എന്തൊക്കെയാ നോക്കണം, അതിൽ എന്തൊക്കെയാ വെച്ചതെന്ന് ഇല്ലത് ഇതല്ല. ഇതിലാണ് ഫുള്ള് കുപ്പികൾ ഫുള്ളും ഇല്ലത്, കുപ്പിയും ഇതിലാണ് ഇല്ലത്. ഇതിലില്ല ഷെഡല്ല, വണ്ടി തന്നെ 3 ചക്രത്തിന്റെ ഉന്തുവണ്ടി ഇല്ലേ, ഉന്തുവണ്ടിന്റെ മേലെ എന്താണ് മഴ പെയ്യുന്നതിന് ഇങ്ങനെ ഷെഡ് കെട്ടിയത്. ആ ഷെഡാണ് ഒരു പഠിച്ചു പറ്റിയത്. വണ്ടി അവര് ഇതിലിട്ട് കൊണ്ടുപോയി. അതും കല്ല് ഇതാവുന്നതിന് ചക്രതാവുന്നതിന് കല്ലുമ്മൽ എന്താണ് കയറ്റി വെച്ച വണ്ടിയാണ്. അതാണ് അവര് കോരിയെടുത്ത് കിട്ടുകൊണ്ടത്. ഇനിയിപ്പോ ആ വണ്ടി കിട്ടിയിട്ടും അവരോട് പറഞ്ഞപ്പോ എന്താണ് യൂണിയൻകാർ പറഞ്ഞത്, ആ വണ്ടി തിരിച്ചു കൊണ്ടുതരാന്നാണ്. അവരെ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകും. പോലീസും പിന്നെ കോർപ്പറേഷന്റെ അവരോട് ഒരു ഉപജീവനമാർഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് കോർപ്പറേഷൻ അധികൃതരും പോലീസും ഇടപെട്ട് ബലമായി ഇവിടെ നിന്നും പൊളിച്ച് കൊണ്ടുപോയത്. ഏതായാലും ഇത് തിരിച്ചു കിട്ടണം. പോലീസുകാർ അതിന്റെ എന്തായാലും ഉണ്ടാവും. അവരെ ഒരു പ്രാവശ്യം വന്ന് ഇതിലെന്താ വെച്ചാൽ അവിടെ ഇന്റർലോക്ക് ചെയ്തിരുന്നു. അവിടെ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ ആ വണ്ടികൾ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇന്റർലോക്ക് ചെയ്തത്. അതുപോലെ ഇവിടെ അതുപോലെ ചെയ്താൽ പോരെ. അല്ലെങ്കിൽ പിന്നെ അവരതിനില്ല എന്തെങ്കിലും മാർഗം തരാം. അല്ലെ ഇവിടെ ഇല്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന കച്ചവടക്കാർക്ക് അവർക്ക് നമ്പർ തന്നാൽ ഇങ്ങനെ പ്രശ്നമില്ലല്ലോ. അല്ലാതെ പാവപ്പെട്ടവനായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ പൈസക്കാരാകുമ്പോ വീട്ടിലിരുന്നാ പോരെ. പണിക്കാരി ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ കച്ചവടത്തിന് ഞങ്ങളെ മക്കളും ഞങ്ങളെ ഭർത്താവും ആയിട്ടാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. രാത്രി 12 ഇവിടെ ടൈമാണ്. ആ ടൈമിനെല്ലാം ഞങ്ങൾ പറയുന്ന പോലെ പൂട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഹെൽത്ത് കാർഡ് ഉണ്ട്, യൂണിയൻ എല്ലാ കാർഡുകളും ഉണ്ട്. ആ ഇതിന്റെ നമ്പർ മാത്രമാണ് കിട്ടാത്തത്. അത് അവർക്ക് തന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇങ്ങനെ അന്നം മുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. 3 മക്കളെ പോറ്റുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്ത് ചെറിയ വരുമാനത്തിൽ നിന്നും കുടുംബം നോക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അവരെയാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ അധികൃതരെത്തി അവരുടെ കച്ചവട സ്ഥാപനങ്ങളും മറ്റു സാമഗ്രികളും ഇതുപോലെ ബലമായി പിടിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഏതായാലും അത് തിരിച്ചു കിട്ടണമെന്നൊരു ആവശ്യമാണ് ഈ കച്ചവടക്കാർ പറയുന്നത്. അവരുടെ അങ്ങനെ ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കൂടാതെ ഈ കച്ചവടം ഇവിടെ തുടരാൻ വേണ്ട നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടാകണമെന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നു. ക്യാമറാമാൻ ജയ്സൽ പിലാശ്ശേരിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.